ആലുവയിൽ ബൈക്ക് യാത്രികരെ ഇടിച്ചു വീഴ്ത്തി പോയ വാഹനം പിടികൂടി. കഴിഞ്ഞ ദിവസം കലൂരിൽ നിന്നുമാണ് നിർത്താതെ പോയ വാഹനം ആലുവ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. വാഹന ഉടമയെ പോലീസ് ചോദ്യം ചെയ്യുന്നു. നല്ല ദൂരം അറിഞ്ഞു. അതെ അതെ, ഈ വിഷ്ണുപ്രകാശ് വിവരങ്ങളുമായി ചേരുകയാണ്. വിഷ്ണു, അപകടമുണ്ടായി അവിടെ നിർത്തി അതിനുശേഷം സ്വന്തം തട രക്ഷിക്കാൻ പെട്ടെന്ന് പോവുക എന്നുള്ള സമീപനമാണ് സ്വീകരിക്കപ്പെട്ടത്. എന്താണ്, എവിടെ നിന്നാണ് ഇയാൾ പിടിയിലായത്, എന്താണ് വിവരങ്ങൾ? മധു, ഡിസംബർ 31 വൈകിട്ട് പള്ളിയിലേക്ക് പോവുകയായിരുന്നു സഹോദരന്മാരായ ഷേർലിയും സിൽവിയും. ഇവരുടെ വാഹനമാണ് ആലുവ മാർബർ ജംഗ്ഷനിൽ വെച്ച് ഈ പുറകെ വന്ന ജോഷി എന്ന ആളാണ് ഈ ഓടിച്ച ഡസ്റ്റർ വാഹനം ഇവരെ ഇടിക്കുകയായിരുന്നു. അതിനുശേഷം ഈ വാഹനം നിർത്താതെ ഈ ജോഷി കടന്നു കളയുകയായിരുന്നു. ഏതായാലും 2 ദിവസത്തിന് ശേഷം ഡിസംബർ 2 കൂടി ഷേർലിക്ക് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ തന്നെ മരണം സംഭവിക്കുകയുണ്ടായി. അന്ന് തന്നെ ഈ ബന്ധുക്കളടക്കമുള്ളവർ പറഞ്ഞിരുന്നു ഒരുപക്ഷെ അന്ന് ആ ഇടിച്ച സമയത്ത് തന്നെ ആശുപത്രിയിലേക്ക് ഇവരെ എത്തിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ജീവൻ രക്ഷിക്കാമായിരുന്നു എന്നുള്ള തരത്തിൽ ബന്ധുക്കളും ആരോപണം ഉന്നയിച്ചിരുന്നു. അതിനുശേഷം ഈ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ CCTV കേന്ദ്രീകരിച്ച് അടക്കം നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ ഈ വാഹനം ഇന്നലെ വൈകിട്ട് കലൂരിൽ നിന്ന് കണ്ടെത്തുകയും പിന്നീട് ഉടമയുടെ രേഖകൾ പരിശോധിച്ച് വന്നപ്പോൾ ജോഷി എന്ന ആളാണ് ആലുവയിൽ ഇത്തരത്തിൽ വാഹനം ഇടിച്ചു നിർത്താതെ പോയത് എന്നുള്ള വിവരം പോലീസിന് ലഭിച്ചത്. ഇപ്പോൾ ജോഷിയെ സ്റ്റേഷനിലോട്ട് വിളിപ്പിച്ചു വരുത്തി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇയാൾക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് കേസും എടുത്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസവും ഇതുപോലെ തന്നെ ഒരു വാഹനം ഇടിച്ച് നിർത്താതെ പോയൊരു മരണം സംഭവിക്കുകയുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ഇതും 31 രാത്രി നടന്ന ഒരു സംഭവമാണ്. പുതുവർഷ രാത്രിയിൽ നടന്ന ഒരു സംഭവമാണ്. പോലീസ് ഇതേപ്പറ്റി പറയുന്നത് ഈ വാഹനം ഇടിച്ച് ഇയാളുടെ പ്രാരംഭഘട്ട ചോദ്യം ചെയ്യൽ ലഭിക്കുന്ന വിവരം ഇയാൾ വാഹനം ഓടിച്ച് പെട്ടെന്ന് ഇത്തരത്തിലൊരു ആക്സിഡന്റ് ഉണ്ടായപ്പോൾ ഭയപ്പെട്ട് പേടിച്ച് ആണ് നിർത്താതെ പോയതെന്നാണ് പറയുന്നത്. ഏതായാലും വലിയ ഗുരുതരമായ ഒരു വീഴ്ചയാണ്. ഇടിച്ച് നിർത്തിയ ഒരുപക്ഷെ ആ ജീവൻ രക്ഷിക്കാമായിരുന്നു എന്ന് ബന്ധുക്കളും ഉന്നയിക്കുന്ന സാഹചര്യത്തിൽ വലിയ ഒരു ഗുരുതരമായ വീഴ്ച തന്നെയാണ് ഈ വാഹനം ഓടിച്ച ആളിൽ നിന്നും ഉണ്ടായത്.